Hi, good evening, friends. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. സോ കുറച്ചൊരു എലോബറേറ്റ് വീഡിയോ ആണ്. മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൽ കവർ ചെയ്യാൻ. സോ ഞാൻ ജസ്റ്റ് റൈറ്റ് അവേ വീഡിയോയിലേക്ക് പോകാം ആക്ച്വലി. സോ ഇതെങ്ങനെ one of our viewer, Mr. Shafi, thanks for Mr. Shafi to raise this topic. ഷഫിയുടെ ഒരു കമന്റ് ആയിരുന്നു ആക്ച്വലി, എങ്ങനെ ഓൺലൈൻ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഷഫിയുടെ കമന്റ് ആയിരുന്നു ഈ ഡൗട്ട്. ഞാൻ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ലാർജർ ഓഡിയൻസ് ഞാനത് വായിക്കാം. Mr. Shafi, first of all, thanks for watching the video which we had uploaded. അപ്പോൾ ഇതിൽ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡൗട്ട് നമ്മൾ വെബ്സൈറ്റിൽ കയറി മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഞാൻ 2006 വിവാഹം കഴിച്ചതാണ്, ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ എങ്ങനെ അത് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, എത്ര ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞാണ് ഈ കമന്റ്. സോ അതിൽ നമ്മുടെ കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. ഇപ്പം എന്നാലും ഐ വിൽ നോട്ട് ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ്. റൈറ്റ് അവേ നമ്മൾ ഈ ഇതിലുള്ള എന്ത് സമ്മറി ആണോ അത് നമ്മൾ ക്രക്സിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോവാം. സോ ഞാൻ ഈ വീഡിയോയിൽ സിനാരിയോ ബേസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ നമ്മുടെ ഒരു ഇൻവോൾവ്മെന്റും ജിയോ റീഡിങ്ങിലും പിന്നെ പോളിസി റീഡിങ്ങിലും പിന്നെ സർക്കുലർ റീഡിങ്ങിലും കുറച്ച് നമ്മുടെ ടൈം സ്പെൻഡ് ആക്കി. സോ ദാറ്റ് ഒരു എലോബറേറ്റ് വീഡിയോ വരുമെന്ന് പറഞ്ഞൊരു വിചാരത്തിൽ ഐ ഹോപ്പ് ഐ ഹാഡ് കവേർഡ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഫ് യു ഫെൽറ്റ് ഷോർട്ട് ഓഫ് ദ വീഡിയോ നിങ്ങൾ പറയണം പ്ലീസ് കമന്റിൽ. സോ ഞാൻ ജസ്റ്റ് ഐ വിൽ ഗോ റൈറ്റ് അവേ ടു ദ റൂട്ട് ഹൗ ടു ഗെറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇൻ കേരള. സോ ഞാൻ പറഞ്ഞ പോലെ രണ്ട് റൂട്ട് ഉണ്ട്. ഒരു റൂട്ട് എന്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോവുക, അവിടെ കയറിയിട്ട് ഫോം 1 സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഫോം 4 എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് അവിടെ തന്നെ വി ക്യാൻ ഗെറ്റ് ദാറ്റ് ഡൺ. അത് റൂട്ട് 1 ആണ്. റൂട്ട് 2 എന്ന് പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഓഫ് ഓൺലൈൻ ഓഫ്ലൈൻ ആണ്. ആക്ച്വലി ദർ ഇസ് നത്തിങ് കംപ്ലീറ്റ്ലി ഓൺലൈൻ. സോ ഇറ്റ് ഈസ് ലൈക്ക് ഓൺലൈനിൽ നിങ്ങൾ ഫോം 1 സബ്മിറ്റ് ചെയ്യാം. പിന്നെ രജിസ്റ്റർ ഓഫീസ് മാൻഡേറ്ററിലി നമ്മുടെ പ്രസൻസ് ആയിരിക്കണം അലോങ് വിത്ത് ദ വൈഫ് ആൻഡ് ടു വിറ്റ്നസ് പാർട്ടീസ്. സോ അതില്ലാണ്ട് വി വിൽ നോട്ട് ഗെറ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്. ലെറ്റ് മീ ക്ലിയർ ദറ്റ് റൈറ്റ് അവേ. സോ അങ്ങനെ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ കോമ്പിനേഷൻ ആണ് ഈ റൂട്ട് 2 എന്ന് പറഞ്ഞത്. അതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഫുൾ ആക്ച്വലി. സോ ഫോം 1 ഓൺലൈൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ നത്തിങ് ബട്ട് സബ്മിറ്റിംഗ് ഫോം 1 ഓൺലൈൻ. ഓക്കെ. സോ മറ്റെല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലോക്കൽ രജിസ്ട്രാർ ഓഫീസിൽ ചെയ്യേണ്ട പരിപാടിയാണ് ആക്ച്വലി. ബിഫോർ നമ്മൾ ഓൺലൈൻ്റെ ഈ ഒരു പ്രോസസ് ഒക്കെ നമ്മൾ പോകുന്ന മുമ്പ് ഐ വിൽ സേ എന്ത് റൂൾസ് ആണ് അപ്ലിക്കബിൾ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജ് റൂൾസ് 2008 എന്ന് പറഞ്ഞ ഒരു കോമൺ രജിസ്ട്രേഷൻ ആക്ട് ആണ് ഗവൺമെന്റ് റിലീസ് ചെയ്തത്. ഇതിന്റെ പ്രകാരം റൂൾ 6 നിങ്ങൾ വായിച്ചോളൂ. ഇതിൽ ഇറ്റ് സേസ് ദാറ്റ് മാരേജ് ഇസ് കമ്പൽസറിലി രജിസ്ട്രബിൾ. ഓൾ മാരേജസ് സോളംനൈസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദീസ് റൂൾ എന്ന് പറഞ്ഞാൽ 2008 കഴിഞ്ഞിട്ടുള്ള എല്ലാ മാരേജും കമ്പൽസറിലി മാരേജ് രജിസ്ട്രേഷൻ ആയിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ ഓഫ് ദ പാർട്ടീസ്. സോ ഇതൊരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി. ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് അവേ എക്സ്പ്ലിസിറ്റ്. പക്ഷേ മറ്റേ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞൊരു കാരണം ഉണ്ടെങ്കിൽ അങ്ങനെ വി ക്യാൻ മേക്ക് ഇറ്റ് ഓപ്ഷണൽ. ഒരു സിൻസ് ഷഫിയുടെ ഇനീഷ്യേഷൻ ആണ് ഈ വീഡിയോന്റെ ഒരു റീസൺ ആയ കാരണം ഞാൻ പറയുമ്പോൾ പ്രൊവൈഡഡ് ലാസ്റ്റ് ഞാൻ വായിക്കുന്നത് ലാസ്റ്റ് ലൈൻ ആണ്. പ്രൊവൈഡഡ് ഓൾസോ ദറ്റ് രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് solemnized prior to the date of commencement of these rules. അങ്ങനെ ആയെങ്കിൽ ഇത് ഓപ്ഷണൽ ആണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാണ് ഈ ലാസ്റ്റ് റൂൾ 6 പറയുന്ന ലാസ്റ്റ് സെന്റൻസ്. ഇപ്പൊ നിങ്ങൾ ഇഫ് യു റിമെമ്പർ ഷഫിയുടെ ഡേറ്റ് ഓഫ് ഇയർ ഓഫ് സോളംനൈസേഷൻ ഈസ് 2006. സോ ഇറ്റ് ഈസ് എൻ ഓപ്ഷണൽ തിങ് ടു ഹാവ് ഇറ്റ് രജിസ്റ്റേർഡ്. പക്ഷെ എന്നാലും മാൻഡേറ്ററി പോസ്റ്റ് 2008 എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ് ആക്ച്വലി. അപ്പൊ അതിന് കാരണം ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി മേക്ക് ദിസ് ആസ് എ ഡോക്യുമെന്റ്. നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി 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 ഹെൽപ്ഫുൾ. സോ ഇതാണ് ഒരു പ്രിഫേസ് ഓഫ് കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജ് റൂൾസ്. So before we get into the demo video, ഫില്ലിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഐ ഗിവ് യു സംതിങ്. അതിൽ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ദിസ് ഇസ് ജസ്റ്റ് എ പ്രിപ്പയർനെസ്. നിങ്ങൾ വെബ്സൈറ്റിലുള്ള ഈ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് അവിടെ പോവുക.
ഇനീഷ്യലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യേണ്ടി വരും. അത് ലൈക്ക് നോർമലി നെയിം, പിന്നെ ഇമെയിൽ ഐ ഡി, പിന്നെ മൊബൈൽ നമ്പറും, പിന്നെ അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ്. രജിസ്ട്രേഷൻ ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് ഫോം 1 രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, ഈ പോർട്ടലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറും, പിന്നെ പാസ്വേഡും, പിന്നെ യൂസർ നെയിം പാസ്വേഡും നിങ്ങൾ റിമെമ്പർ ചെയ്തോളൂ. സോ ദാറ്റ് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഫോം 1 നമ്മൾ ഫിൽ ചെയ്യും. ഓക്കെ, സോ യൂസർ നെയിം നത്തിങ് ബട്ട് ഇമെയിൽ ഐ ഡി ആണ്, നത്തിങ് എൽസ്. ഓക്കെ, സോ ലെറ്റ് us ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ. ഇതിൽ നമ്മുടെ ഫില്ലിംഗ് ഇൻസ്ട്രക്ഷൻ ഫോർ ഫോം 1. സോ ഫോം 1 എന്ന് പറഞ്ഞത് മെമ്മറൻഡം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് മാരേജ്. നമ്മൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന ഫോമാണ് ഫോം 1. ഓക്കെ, സോ ഈ ഫോം 1ലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡെമോ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്ന് പറഞ്ഞ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് റെഡിനെസ്, നമുക്ക് ജസ്റ്റ് സൈഡിൽ നമ്മുടെ പ്രൂഫ് ഓഫ് ഏജിൽ ഇതൊക്കെയാണ് അക്സെപ്റ്റബിൾ ഡോക്യുമെന്റ്സ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൺലൈനിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. സോ അതിന് കാരണം SSLCയുടെ ബുക്കോ, ഡ്രൈവിംഗ് ലൈസൻസോ, പിന്നെ പാസ്പോർട്ടോ, പിന്നെ അഡ്മിഷൻ രജിസ്റ്ററോ അല്ല ഏതെങ്കിലും ഗവൺമെന്റ് ഇഷ്യൂഡ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെഡി ആയിട്ട് വെച്ചോളൂ. പിന്നെ സ്കാൻഡ് കോപ്പി ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫോട്ടോഗ്രാഫ് ആക്ച്വലി. ഓക്കെ, സോ ആ പിക്ക് നമ്മൾ റെഡി ആയിരിക്കണം ഇൻ JPEG ഫോർമാറ്റ്. ആൻഡ് ഇതാണ് ഈ സൈസ് മെൻഷൻ ചെയ്തത്, 128:160. സോ ഈ സൈസിൽ നമ്മൾ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും വലിയൊരു ഇതില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പെയിന്റിലോ അല്ല മറ്റേതെങ്കിലും നോർമൽ സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ പിക്ക് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അപ്ലോഡ് ചെയ്താൽ മതി. പിക്ക് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഈ 128:160 ഇങ്ങനെ ഫോം പ്രിന്റ് ആക്കുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ ഫിറ്റ് ആവും. അതാണ്, വേറെ ഒന്നുമില്ല ആക്ച്വലി. സോ അതിലുള്ള മാൻഡറ്ററി ഫീൽഡ്സ് ഒക്കെ നിങ്ങൾ ഫിൽ ചെയ്യേണ്ടി വരും. ഞാൻ ഫീസിലോട്ടേക്ക് ഇപ്പോൾ ഫീസിൽ ഐ ഹാവ് സെപ്പറേറ്റഡ് ഇൻ ടു 3 സിനാരിയോസ്. ഓക്കെ, സിനാരിയോ 1 എന്ന് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് സോളംനൈസേഷൻ, മാരേജും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റും 45 days ആയെങ്കിൽ നിങ്ങളുടെ ടെൻറ്റേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞത് 120 rupees ആണ്. ദിസ് ഇസ് സിനാരിയോ 1. ഓക്കെ, സിനാരിയോ 2 എന്ന് പറഞ്ഞാൽ 45 days കഴിഞ്ഞു നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട്, ബട്ട് വിത്തിൻ 5 years എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെൻറ്റേറ്റീവ് കോസ്റ്റ് 220 ആണ്. ഇതിന്റെ ബ്രേക്കപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് അവൈലബിൾ ഇൻ ദ വെബ്സൈറ്റ് ഓൾസോ. ഓക്കെ, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഫീസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഞാൻ കൊടുക്കാം. പിന്നെ ഫൈനലി സിനാരിയോ 3. സോ സിനാരിയോ 3 എന്ന് പറഞ്ഞത് ആഫ്റ്റർ 5 years നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, പക്ഷെ 5 കൊല്ലത്തിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ടെൻറ്റേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞത് 350 rupees വരും. ഓക്കെ, സോ ഇതൊക്കെയാണ് സിനാരിയോസ് ബേസ്ഡ് ഓൺ ഫീസ്. നൗ ഐ വിൽ കം ടു ദ പ്രോസസ്. സോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് റൂട്ട് 2 ആണ്. ഓക്കെ, സോ റൂട്ട് 2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ. സോ ഇതിൽ ഞാൻ രണ്ട് സിനാരിയോ ചെയ്തിട്ടുണ്ട്, സിനാരിയോ A ആൻഡ് സിനാരിയോ B. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് 3 സിനാരിയോ ഓൺ ഫീസ്. നൗ ഇറ്റ് ഇസ് മോസ്റ്റ്ലി ഓൺ ദ പ്രോസസ്, നിങ്ങളുടെ എന്തൊക്കെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നു. സോ സിനാരിയോ A വിച്ച് ഇസ് ലെസ് ദാൻ 45 days, അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഓൺലൈനിൽ ഫോം 1 സബ്മിറ്റ് ചെയ്യാം. പിന്നെ ലോക്കൽ രജിസ്റ്റർ ഓഫീസ് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം. സോ അതിൽ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് പിന്നെ 2 വിറ്റ്നസും അടുത്തായിരിക്കണം. പിന്നെ ഫോം 3 എന്ന് പറഞ്ഞത് രജിസ്റ്റർ അവിടെ ഫിൽ ചെയ്യും ബേസ്ഡ് ഓൺ അവർ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ഫോം 1. പിന്നെ ഫോം 4 എന്ന് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ആണ്. ഓക്കെ, അത് ഇഷ്യൂ ചെയ്യും. ഇത് സിനാരിയോ എയുടെ ആണ്. ഇപ്പോൾ സിനാരിയോ B എന്ന് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ 45 days. ഇതിലെ എല്ലാ പ്രോസസ്സും മോറാർലെ സെയിം ആണ്, സിമിലർ ടു സിനാരിയോ A ആണ്. പക്ഷേ ഇതിലുള്ള ഒരു അഡീഷണൽ റിക്വയർമെന്റ് എന്തെന്ന് വെച്ചാൽ ഫോം 2 എന്ന് പറഞ്ഞാണ്. ഓക്കെ, ഫോം 2 ഇസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഫോം വിച്ച് ഇസ് ടു ബി ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ ഗസറ്റഡ് ഓഫീസർ, MP or MLA. ആ ഫോർമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ ദ ഡയറക്റ്റ് ഗവൺമെന്റ് വെബ്സൈറ്റ് ആക്ച്വലി. അവിടെ പോവുക, അവിടത്തുള്ള ഫോം പ്രിന്റ് ഔട്ട് ചെയ്യുക, പിന്നെ ഫില്ല് ചെയ്യുക, ഗസറ്റഡ് ഓഫീസറുടെ സൈൻ മേടിക്കുക. അത് അഡീഷണൽ റിക്വയർമെന്റ് ആണ് സിനാരിയോ ബിയിലെ. സോ ഇതാണ് ഒരു ഓവറോൾ പ്രോസസ് ഫ്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഡെമോ വീഡിയോക്ക് പോവുക. ആദ്യം ന്യൂ രജിസ്ട്രേഷനെ കുറിച്ചുള്ള വീഡിയോയിൽ നെക്സ്റ്റ് പോവും. അത് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനും ഇറ്റ് ഇസ് ജസ്റ്റ് എ പ്രോസസ് ഓഫ് വി ബോത്ത് വർക്കിംഗ് ടുഗദർ, അങ്ങനെ പോലെ വിചാരിച്ചാൽ മതി. ഇപ്പം ഞാനും ഫില്ല് ചെയ്യാം ഫോം. നെക്സ്റ്റ് അതാണ് ആക്ച്വലി. സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമ്മൾ പോവാം.
സോ നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അടുത്തത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ആണ്. സോ ദിസ് ഇസ് ഫോം 1. സോ ഈ ഫോം 1നും ഞാനൊരു ഡെമോ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളും ഫില്ല് ചെയ്യാം. അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ടോ അതൊക്കെ അങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഫൈനലി ലാസ്റ്റും വരെ, ഐ മീൻ ടേക്കിംഗ് പ്രിന്റ് ഔട്ട്, അതും വരെ ഞാൻ ഉണ്ടായിരിക്കും. പിന്നെ അതിനുശേഷം നിങ്ങളുടെ ജസ്റ്റ് സബ്മിറ്റ് ഫോം ഒരു തവണ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ഫോം ചെയ്താൽ ഇറ്റ് വിൽ ഗോ ഡയറക്ട്ലി ടു ദ റെപ്പോസിറ്ററി ഓഫ് ദ വെബ്സൈറ്റ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞ് ഞാൻ പറയാം. സോ നമ്മളിപ്പോ ഫോം 1 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനടുത്തുള്ള പ്രോസസ്സ് എന്താണ് എന്ന് പറഞ്ഞാണ് ഈ വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ഫോം. സോ നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്തെന്ന് വെച്ചാൽ വിസിറ്റ് ലോക്കൽ രജിസ്ട്രാർ ഓഫീസ് അലോങ് വിത്ത് വിറ്റ്നസ്. ആൻഡ് ഇതൊക്കെ നിങ്ങൾ ക്യാരി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡ്യൂലി സൈൻഡ് ഫോമാണ്. നമ്മൾ ഈ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച ഈ ഫോമിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ആയിരിക്കണം. പിന്നെ വിറ്റ്നസിന്റെ സിഗ്നേച്ചർ അതിൽ ആവശ്യം ഉണ്ടായിരിക്കും. പിന്നെ അറ്റസ്റ്റഡ് കോപ്പി, നിങ്ങളുടെയും നിങ്ങളുടെ വൈഫിന്റെ ഏജ് പ്രൂഫിന്റെ ഒരു അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം. ഫോം 2 ഇൻ കേസ് നിങ്ങളുടെ സിനാരിയോ 45 ഡേയ്സിന് മുകളിലായെങ്കിൽ അതിന്റെ റിക്വയർമെന്റ് ഫോം 2 ആയിരിക്കും. അതല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് ഓഡിറ്റോറിയമിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യം ഉണ്ടായിരിക്കും ഇതിൽ. സോ അതിന് കാരണം ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ, മാരേജ് സർട്ടിഫിക്കറ്റ് അല്ല, മാരേജ് സർട്ടിഫിക്കറ്റ് അല്ല, ഓഡിറ്റോറിയമിന്റെ മാരേജ് ഹാളിന്റെ ഒരു ഫോം ഉണ്ടായിരിക്കും. ആക്ച്വലി നിങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഒരു ഫോം നിങ്ങൾ കിട്ടും. അതില്ലെങ്കിലും ഫോം 2 ആവശ്യം ഉണ്ടായിരിക്കും ആക്ച്വലി. ഓക്കെ, ആൻഡ് ഫൈനലി അഡ്രസ് പ്രൂഫ്. അഡ്രസ് പ്രൂഫ് ഞാൻ എല്ലാ പോളിസി ഡോക്യുമെന്റിലും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് അഡ്രസ് പ്രൂഫിന്റെ ഒന്നും റിക്വയർമെന്റ് ഞാൻ മെൻഷൻ ആയി കാണുന്നില്ല. പക്ഷെ എന്നാലും നമ്മളവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ അലോട്ടിങ് ആൻഡ് എന്താ പറയാ, നമ്മുടെ സമയമൊക്കെ ഇത് ചെയ്തിട്ട് നമ്മൾ ആ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നുണ്ട്. അവിടെ ഏതെങ്കിലും സർപ്രൈസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അഡ്രസ് പ്രൂഫ് കയ്യിലിരിക്കട്ടെ. ഇറ്റ് കുഡ് ബി ലൈക്ക് ആധാർ കാർഡോ അല്ല വേറെ ഏതെങ്കിലും അഡ്രസ് പ്രൂഫ് നമ്മുടെ ഫോർ ദ സേഫ്റ്റി പർപ്പസ് നിങ്ങൾ വെച്ചോളൂ. സോ അവിടെ ചോദിച്ചാലും നമ്മൾ വി ക്യാൻ ഷോ ദാറ്റ് ആക്ച്വലി. ഫൈനലി ഞാൻ പറഞ്ഞ പോലെ ഫീസ് എന്തൊക്കെ അപ്ലിക്കബിൾ ആണോ അത് പ്ലീസ് മേക്ക് ഇറ്റ് റെഡി ആൻഡ് ക്യാരി വിത്ത് യു ഓൾസോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഇതൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ പോലെ നിങ്ങൾ യു ക്യാൻ കൺസിഡർ. ഓക്കെ, മേ ബി ഷഫിയുടെ ഒരു ഡൗട്ട്സ് ഒക്കെ, ഐ എം നോട്ട് ജനറലൈസിങ്, മേ ബി ഇറ്റ് ക്യാൻ എന്താ പറയുക, ഇതിന്റെ ഡൗട്ട്സ് ഒക്കെ കുറെ ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. സോ അതിന് കാരണം ഞാൻ ഷഫിയുടെ മറ്റൊരു കോൺവെർസേഷൻ ഞാൻ ഇതിൽ സ്നാപ്ഷോട്ട് എടുത്തിട്ടുണ്ട്. സോ അതിലുള്ള സമ്മറി എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഷഫിയുടെ 2006 ആണ് ഇയർ ഓഫ് സോളമനൈസേഷൻ. സോ അതിലുള്ള പ്രൊസീജിയേഴ്സ് എന്തെന്ന് വെച്ചാൽ സിനാരിയോ 3 ഫോർ ഫീസ്. സിനാരിയോ 3 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫീസിന്റെ ഒരു സെക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് അപ്ലിക്കബിൾ ആകും. പിന്നെ സിനാരിയോ ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഫോം 2 എന്ന് പറഞ്ഞത് അഡീഷണൽ റിക്വയർമെന്റ് ആയിരിക്കും ഷഫീൻ ആക്ച്വലി. പിന്നെ അതിലല്ലാണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഐ വിൽ കൺസിഡർ ദാറ്റ് ഡോക്യുമെന്റ്സ് വിച്ച് ആർ റിക്വയർഡ്. സോ അതിൽ ഞാൻ പറഞ്ഞ പോലെ അറ്റസ്റ്റഡ് ഫോം 2, പിന്നെ ഡ്യൂലി ഫിൽഡ് ഫോം 1, പിന്നെ പ്രസൻസ് ഓഫ് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർ മാൻഡേറ്ററി. ഞാൻ ജനറൽ ഇൻട്രസ്റ്റിലും വായിച്ചു. പിന്നെ വേറെ പോളിസി ഡോക്യുമെന്റിൽ ഞാൻ വായിച്ചു, അത് പ്രസൻസ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൂഫ് ഡോക്യുമെന്റ്സ്, ഇതാണ് ഡീറ്റെയിൽസ് വേണ്ടത് ആക്ച്വലി. അതല്ലാണ്ട് ഡേയ്സ് എത്രയാന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിൽ. ഡേയ്സ് എന്ന് പറഞ്ഞാൽ ജനറലി ഒരു ദിവസത്തിൽ കിട്ടുന്ന പണിയാണ്. പക്ഷെ അറ്റ് ടൈംസ് ഇറ്റ് ക്യാൻ ടേക്ക് 7 to 15 days ഓൾസോ. ബൈ ചാൻസ് രജിസ്ട്രാറിന് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞ ഒരു സ്ഥിതിയിലോ അല്ല ബേസ്ഡ് ഓൺ ലോഡോ അല്ല ഏതെങ്കിലും ആയാലും സംടൈം ഇറ്റ് ക്യാൻ ഡിലേ. സോ അത് ഇറ്റ് കുഡ് ബി റേഞ്ചിങ് ഫ്രം 7 to 15 days ആക്ച്വലി. ദാറ്റ് ഡിപ്പെൻസ്. ഒരു കട്ട് ഓഫ് ഡേറ്റ് ഒന്നും ഈ പോളിസിയിലെ ഡോക്യുമെന്റിലും കൊടുത്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു അസംഷൻ ആണ്. പക്ഷെ ഒരു ദിവസത്തില് കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, സോ പിന്നെ ഓൺലൈൻ ഒരു പ്രോസസ്സിൽ ഓൺലൈൻ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സഫീൻ, അത് ഫുള്ള് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് കോവിഡിന്റെ ഇമ്പാക്ട് കുറച്ച് വീഡിയോ ഉണ്ട്, ഐ മീൻ അത് ഏതെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ഷഫിയുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ സമയത്ത് ലോക്കൽ രജിസ്റ്റർ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്, അതിൽ ഏതെങ്കിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുമോ എന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഷഫിയുടെ. വെരി വെൽ വാലിഡ്. കുറെ ആൾക്കാരുടെ ഡൗട്ട്സ് ഇപ്പോൾ ഉണ്ട്, ഇപ്പോൾ ഈ സമയത്തിൽ ഏതെങ്കിലും ഡിജിറ്റലൈസേഷൻ ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ LSG വെബ്സൈറ്റിൽ അതിൽ ഏതൊരു സർക്കുലറും ഇല്ല ഇതിനെക്കുറിച്ച്, ദാറ്റ് നമ്മൾ ഓൺലൈനിൽ ചെയ്യാം ഫുള്ളി എന്ന് പറഞ്ഞില്ല.
സോ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയ ശേഷം നമുക്ക് ഐ മീൻ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള സ്ഥിതിയാണ് ഇപ്പോൾ. ഏതെങ്കിലും അപ്ഡേറ്റ് വന്നെങ്കിൽ ഷുവർ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ ഒരു ഐ വിൽ റീഡ് ഔട്ട് ദ കമന്റ് ഓഫ് ഷഫി. അതിന്റെ ഒരു ഒരു ടച്ചാണ്, അതിന് കാരണം ഞാൻ വായിക്കുകയാണ്. പിന്നെ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞൊരു കമന്റ് ആണ് ആക്ച്വലി. സോ ദാറ്റ്സ് എ വെരി വെരി വാലിഡ് കമന്റ്. സോ പക്ഷേ ആസ് ഐ സെഡ്, ദർ ഇസ് നോ ഗവൺമെന്റ് ഓർഡർ, ദർ ഇസ് നോ സർക്കുലർ. സോ അതിനെ കാരണം അൺഫോർച്ചുനേറ്റ്ലി അതിൽ ഏതൊരു പ്രൊവിഷനും ഇല്ല ഷഫി. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞാനിത് because of that comment, ഞാൻ actually I had to refer through all the documents which are there in the website. അതിലുള്ള ജനറൽ ഇൻസ്ട്രക്ഷനും പിന്നെ ഇൻസ്ട്രക്ഷൻ ഓഫ് ഫില്ലിങ്ങും പിന്നെ ഗവൺമെന്റ് ഓർഡർ സർക്കുലറും പിന്നെ ഫോംസ് എന്തൊക്കെയുണ്ട് അതിനെക്കുറിച്ചും പിന്നെ എന്തൊക്കെ ഫീസാണ് പിന്നെ എന്തൊക്കെ സപ്പോർട്ടിങ് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഫുൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 days ഇതിൽ ഞാൻ ഫുള്ള് ഇമ്മേഴ്സ് ആയിരുന്നു. So thanks so much, Shafi, for making me work and doing a video. So I hope this video has helped you, and several others who are watching also. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഇസ് എ കൈൻഡ് റിക്വസ്റ്റ്. സോ നിങ്ങളുടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ എന്തൊക്കെ ഇ ഗവർണൻസ് കുറിച്ച് നമ്മുടെ കേരള സ്റ്റേറ്റിന് ഏതെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഐ വിൽ ഗിവ് an update, and I will also try to cover all the e-governance process also in the subsequent videos. So thanks so much. Please do like, comment, share, and please subscribe. Thanks so much.